ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഡേ 7. ഞാൻ ഇപ്പോൾ എണീച്ചുള്ളൂ കേട്ടോ. നല്ലൊരു ഉറക്കം ഉറങ്ങി. ഇത്രയും ദിവസത്തെ പെൻഡിങ് ഉറക്കമൊക്കെ ഇതായി ഇപ്പോൾ ഉറങ്ങി എണീച്ചുള്ളൂ. ആരും ബാക്കിക്കൊന്നും നോക്കണ്ട. നമ്മളെ ബാച്ചിലേഴ്സ് റൂമൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഏകദേശം ഇവിടുത്തെ ഒരു 2:30 കഴിഞ്ഞ്. പല്ലും കൂടി തേച്ചിട്ടില്ല. ഇനി കുറേ ഡ്രസ്സ് നമുക്ക് വാഷ് ചെയ്യാനുണ്ട്. ആ ഡ്രസ്സ് വാഷ് ചെയ്യണമെങ്കിൽ സോപ്പും കൂടി വാങ്ങണം. അതിനിടയിൽ ഒരു ബക്കാലുണ്ട്, അവിടെ പോയിട്ട് വാങ്ങി വന്ന് വാഷ് ചെയ്യണം. എന്നിട്ട് എന്തെങ്കിലും കഴിക്കണം, കുളിക്കണം. ആകെ ടയേർഡാണ്. മേല് കൈയൊക്കെ ആകെ വേദനയാണ്. ചോറ് വെക്കാൻ മടി. റൂമിൽ വേറെ ഒരുത്തനും കൂടി ഉണ്ട്. അപ്പോൾ അവൻക്കിന്ന് ലീവാണ്. മെഡിക്കൽ ലീവാണ്. എനിക്ക് ഇനി ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നു. ഒരാൾ കഴിച്ചു പോയി. കുറച്ച് ചോറുള്ളൂ. നമ്മളെ ചോറിന് നൈറ്റ് ഉണ്ടാക്കാൻ പറ്റും. സോ അടീൻ്റെ ഓപ്പോസിറ്റ് ഒരു പാകിസ്ഥാനി പുലാവ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ്. അതായത് അവിടെ പോയിട്ട് അതാകുമ്പോൾ കുറച്ച് പൈസ ഒരുപാട് റൈസും ചിക്കനും 10 തളം 20 തളം അത്യാവശ്യത്തിന് ക്വാണ്ടിറ്റി. ഈ കാണുന്ന കട കേട്ടോ, അൽ ഹനൂഫ പാകിസ്ഥാനി കിച്ചൺ. നൗഫാണ് ഇവിടെ. ഡൈനിങ് ഇല്ല, പാർസൽ മാത്രമേ ഉള്ളൂ ഈ കടയിൽ. ഇവിടെ ഞാൻ പീസ് ഇട്ടോന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ റെഗുലർ കസ്റ്റമറാന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഉണ്ട് ചെമ്പ് കണക്കിന് ഉണ്ടാക്കി വെക്കൂട്ടാ. ചന്ന പോലാവോ ഹരീസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ചിക്കൻ മന്തി, അതുപോലെ ചിക്കൻ ഗോസി, മട്ടൻ ഗോസി, മീറ്റ് റൈസ്, മന്തി മട്ടൻ. ഇവരൊക്കെ ഫുഡൊക്കെ അടിപൊളി ടേസ്റ്റാട്ടാ. പ്രത്യേക മസാലയിലൊക്കെ ഉണ്ടാക്കുക. അവർക്ക് ഒരുപാട് വെറൈറ്റീസ് ഫുഡ് തന്നെ പാകിസ്ഥാനികൾക്ക്. ഏതാ വണ്ടി നോക്കാം. എത്തിയ റൂമിൽ പരിപാടി എന്താ വെച്ചാൽ ഇത്രയും ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ട്. കണ്ടമാനുണ്ട് കേട്ടോ. യൂണിഫോമും പേഴ്സണൽ ഡ്രസ്സും ബോഡി വാഷ് ചെയ്യണം. ഏകദേശം ഒരു 10 മണിക്കൂറൊക്കെ പഠിക്കും. ഇന്നത്തെ പരിപാടി ഫുള്ള് ഡ്രസ്സ് വാഷ് ചെയ്തിട്ടാ അവിടെ ഇട്ടുണ്ട്. ഉണങ്ങിക്കണേ. ഇനി കുറച്ച് വെയിൽ കണ്ടു കഴിഞ്ഞാൽ ഉണങ്ങും. നാട്ടിലിപ്പോൾ നല്ല മഴയല്ലേ. ഈ മഴയത്ത് ഇവിടെയൊക്കെ നല്ല വെയിലാണ്. അവിടെ വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ ഡ്രസ്സ് വാഷ് ചെയ്ത് ഉണങ്ങുന്നില്ല മോനെ. ഇവിടെ 2, 3, 5 മിനിറ്റ് കൊണ്ട് ഡ്രസ്സ് ഉണങ്ങും. അമാതിരി വെയിലാട്ടാ. ഇപ്പം ഏകദേശം ഈവനിങ് 4 മണിയായി. നോക്കാം വെയിൽ. നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ അവിടെ. നമ്മൾ ബാൽക്കണിയാണ്. അവിടെ ഇങ്ങനെ ഇരിക്കുക. നല്ല രസമാണ് അവിടെ ഇരിക്കാൻ. നൈറ്റായാലും പേസിട്ടുണ്ട്. ഈ ചൂട് കാറ്റാണ് വരുന്നത് ഇങ്ങനെ കറങ്ങുമ്പോൾ. ഇനി കുറച്ച് കഴിഞ്ഞൊന്ന് പുറത്ത് പോകണം. ഈവനിങ് ഒന്ന് വെയിലൊക്കെ ഒന്ന് അറിയിട്ട്. ഈ വെയിലത്ത് പോകാൻ പറ്റില്ല. റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടാ അത്യാവശ്യം നേരം കുറച്ചേരൊക്കെ ഉറങ്ങി. അല്ലാതെ ഒന്നും പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റില്ല. ഈ സമയത്ത് ഇറങ്ങാൻ പറ്റുള്ളൂ. നല്ല വെയിലായിരുന്നു. പിന്നെ പുഴുക്കാണ്. എവിടെ പോവാനാ? സമയം ഇതാ പറഞ്ഞ പോലെയാണ് പോകണം. നമ്മളൊന്ന് കണ്ണടച്ച് ഉറങ്ങുന്ന സമയം കഴിഞ്ഞ്. ഇന്നത്തെ ദിവസം കഴിഞ്ഞ് ഇപ്പോൾ രാത്രിയല്ല. ഇനി നാളെ ഡ്യൂട്ടി പോയിട്ട് വീണ്ടും ഇനി അടുത്ത ലീവിന് വേണ്ടി കാത്തിരിക്കുക. ആ ഒരു മൂഡാണ്. അപ്പോൾ നമ്മൾ സുഹൃത്താണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തന്നെ ഇവിടെ അടുത്തൊരു വെജ്മി റെസ്റ്റോറൻറ്റ് ഉണ്ട്. ആ ഭാഗത്തേക്ക് അവൻ വരാതെ. അവൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് അവൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തിയില്ല നമ്മൾ കൂട്ടുകാരൻ. അവനെ കണ്ടിട്ട് ഇവിടെ ഒന്ന് ജസ്റ്റ് കറങ്ങി ഒരു ഫുഡൊക്കെ അടിച്ച് മെല്ലെ കറങ്ങി നേരെ റൂമിലേക്ക് വരണം, ഉറങ്ങണം. ഏരിയയിലൊക്കെ ഒരുപാട് ചെറിയ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. റോഡ് സൈഡിനൊക്കെ നല്ല വില കുറവിന് ഡ്രസ്സ് കൊടുക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും, ക്ലിയറൻസ് സെയിലാവും. എന്നിരുന്നാലും ചെറിയ പൈസക്ക് അങ്ങനെ ഡെയിലി യൂസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഡ്രസ്സ് ഉണ്ട്. അതുപോലെ മാട്രസ്, പുതപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ വേണ്ട അതുപോലെ കുറേ മാർക്കറ്റ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിലുണ്ട്. നമ്മൾ പോലും അറിയാത്ത വലിയ വലിയ മാർക്കറ്റാണ്. നല്ല സെയിലുണ്ടാവുക. കാണുമ്പോൾ ചെറുതായിരിക്കും, പക്ഷെ അവിടെ നടക്കുന്ന സെയില് പറയുമ്പോൾ 1.5 സെയിലാണ്. നല്ല കച്ചവടമുള്ള സ്ഥലങ്ങളാണ് അത്. പിന്നെ ഇപ്പുറത്ത് കിടക്കണമെങ്കിൽ ഈ സബ്വേൻ്റെ അടിയിൽ കൂടെ പാസ് ചെയ്തിട്ട് അങ്ങോട്ട് കിടക്കണം കേട്ടോ. അല്ലാതെ റോട്ടിൽ കൂടെ കിടക്കാൻ വന്നു കഴിഞ്ഞാൽ നല്ല ഫൈൻ കിട്ടും. അവിടെ എല്ലാ മുക്കിലും ക്യാമറ ഉണ്ട്. അല്ലെങ്കിൽ പോലീസ് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഫൈൻ കിട്ടും. ഡയറക്റ്റ് നമ്മൾ എമറേസ് ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ കിടക്കാനും പറ്റില്ല. അവിടെ സെൻട്രൽ കൊടുത്തിട്ടുണ്ട്. ക്രോസ് ചെയ്യണോട്ട് മാത്രം ക്രോസ് ചെയ്യുക. നൈറ്റൊക്കെ ആയതിന് ഒരുപാട് ട്രാഫിക്കാണ് ഇവിടെ. നന്നായിട്ട് വണ്ടികൾ കൂടും. അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥകൾ.
ഉണ്ടാവും. 1 ദിർഹംസിനാണ് ഇത് കൊടുക്കുന്നിട്ടാ, സോക്സ് കാര്യങ്ങളൊക്കെ. ഒരു പെയറിനാണ് 1 ദിർഹംസ് ഇട്ടാ. വാങ്ങിച്ച കാര്യമൊന്നുമില്ല, ഒരിടലിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞ് അത്രയൊക്കെ കിട്ടുള്ളൂ. കണ്ടമാനുണ്ട് ഇതിൻ്റെ അകത്ത് ഡ്രസ്സ്. 20 ദിർഹംസിന് ഷർട്ട്. ഇതേ സെയിം സാധനം പുറത്തെ ഷോപ്പിലൊക്കെ ചിലപ്പോൾ 30 ദിർഹംസ്, 40 ദിർഹംസ്, 50 ദിർഹംസ് ഒക്കെ ആവും. ഇതിൻ്റെ ഉള്ളിലൊരു മല മാതിരി തന്നെ ഉണ്ട്. അത്യാവശ്യത്തിന് ആളുകളുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ. 1 ദിർഹംസ്, 5 ദിർഹംസ് പല പല റേറ്റിലായിട്ടാ. ഇത് ഈസി അങ്ങനെ എവറി ഡേ, ഡേ ടു ഡേ അങ്ങനെ ഒരുപാട് കടകളുണ്ട് ഇവിടെ. വേണ്ടത് ഇതിനുള്ളിൽ കിട്ടും, ബഡ്ജറ്റിനനുസരിച്ചിട്ടുണ്ടാ. ഈ ഒരു കോർണറിലേ ഈ നിൽക്കുന്ന ആളുകൾ ഈ ഏരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആൽക്കഹോൾ അലൗഡ് അല്ല. ഷാർജയിൽ ബിവറേജും ഉണ്ടാവില്ല, ബാറും ഉണ്ടാവില്ല, വേറെ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ സൗദി റൂൾസ് ആയതുകൊണ്ട് ഇതൊന്നും ഉണ്ടാവില്ല. പക്ഷേ എല്ലാം ഇവിടെ കിട്ടും. ഇവിടെ ബ്ലാക്കിന് കൊടുക്കുന്നതാണ്. ഓരോ ആളുകൾ ഇങ്ങനെ അജ്മാന്ന് ദുബായിൽ നിന്നൊക്കെ കൊടുന്നിട്ട് ഇവിടെ ഇങ്ങനെ കൊടുക്കും. ഒന്നിന് 5 ദിർഹംസ്. രാത്രി 10 മണി 11 മണി കഴിഞ്ഞാൽ കിട്ടാതാവുമ്പോൾ ഇവരെ 10 ദിർഹംസ് ആക്കും. ഇനി കുപ്പിയാണെങ്കിൽ അതിന് 10 ദിർഹംസ് കൂട്ടി വെക്കും. ആ ഒരു മൂഡിൽ ഇവിടെ ഒരുപാട് ആളുകൾ പല രീതിയിൽ ഫ്ലാറ്റിനുള്ളിൽ നിന്നും പുറത്തുനിന്നും അതുപോലെ ഈ കോർണറിനൊക്കെ ഇവർ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് ഇവരെ പോലീസ് ഇത് കാണുന്നില്ലേ, CID കാണുന്നില്ല. ഇവിടുത്തെ പോലീസ് ഒരുപാട് തവണ ഇത് പിടിക്കും, വീണ്ടും ഇത് കണ്ടിന്യൂ ആവും. എന്താണ് അതിൻ്റെ പിന്നാമ്പുറമൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷെ ഇതിങ്ങനെ കുറച്ച് നിൽക്കും, വീണ്ടും കൊടുക്കും. ഇവിടെ അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ തന്നെ ഒരുപാട് സ്ഥലത്ത് ഇത് കൊടുക്കാണ്ട് കേട്ടോ. വാങ്ങാൻ ആളുകളുണ്ട്, അതുകൊണ്ട് ഇതിങ്ങനെ വിറ്റ് പോകും. ഓരോരുത്തർ അതാ കുടിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫ്രണ്ട്സിനൊക്കെ കണ്ട് ഇനിയിപ്പോൾ എന്താ അതൊന്നല്ല, ഇങ്ങനെ നടക്കുകയാണ് റോളർ തെരുവിലൂടെ. ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, നമ്മൾ അന്ന് കാണിച്ചില്ല, കാസർഗോഡിയൻസ്. അവിടെ പോയിട്ട് നമുക്ക് നൈറ്റ് ഫുഡ് കഴിക്കാം. ഭയങ്കര ട്രാഫിക്, ഇടുങ്ങിയ റോഡായതുകൊണ്ട് രാത്രി എങ്ങനെ ആൾക്കാരിങ്ങനെ ഇറങ്ങും. പകൽ മൊത്തം ചൂടല്ലേ. പിന്നെ രാത്രിയാണ് ഈ അറബികളായാലും മല്ലൂസായാലും ഇന്ത്യൻസ് ആയാലും എല്ലാവരും ഇറങ്ങുള്ളൂ. ഈ ടൈമായിങ്ങനെ എല്ലാവരും ഇവിടെ ഇറങ്ങി പർച്ചേസ് കാര്യങ്ങളൊക്കെ കഴിച്ച്. ഇതിൻ്റെ ഗ്യാപ്പിലായിട്ടാണ് നമ്മളെ റെസ്റ്റോറൻറ്റ് വരുന്നത്. അവിടെ പോയിട്ട് നല്ലൊരു ഫുഡ് അടിക്കാൻ പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കേട്ടോ. അവിടെ ഭയങ്കര ക്രൗഡാണ്. ഇരിക്കാൻ സ്പേസ് കുറവാണെങ്കിലും ആൾക്കാരുടെ ഉള്ളിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ട്. ആരെങ്കിലൊക്കെ നീറ്റ് പോയാലാണ് നമുക്ക് ഇരിക്കാൻ സ്പേസ് കിട്ടുള്ളൂ കേട്ടോ. ഞാൻ തിരക്കാട്ടെ, ഞാൻ പത്തിരിയും ബീഫ് റോസ്റ്റും കഴിക്കട്ടെ. ബീഫ് റോസ്റ്റ് അല്ല, ബീഫ് കറി റോസ്റ്റ് പോലെ ഗ്രേവി ടൈപ്പ് ഉണ്ടാക്കിയതാണ്. നല്ല തിരക്ക്, ഇരിക്കാൻ പോലും സൈറ്റില്ല. ഓരോരുത്തർ നീറ്റ് കഴിയുമ്പോഴാണ് നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഈ കട എന്ന് വെച്ചാൽ മൊബൈൽ ആക്സസറീസിൻ്റെ എല്ലാ കവേഴ്സും ഇവിടെ വന്നാൽ കിട്ടും കേട്ടോ. ഫുള്ള് ഹോൾസെയിൽ റീറ്റെയിലാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് കേട്ടോ. എന്ത് വേണമെങ്കിലും ഇവിടെ കിട്ടും, ഏത് മോഡലുണ്ടായി. ആ പൂച്ച മോണൊക്കെ ഇതൊരു റോസ്റ്ററി കറിയാണ്. ഇവിടെ ചോക്ലേറ്റ്സ് മിഠായി കറിയാണ്. എല്ലാരും ഇതിൽ പെട്ട് എന്താ പറയാ, നല്ല ഫുഡ് ആയിരുന്നത്. ഞാൻ കഴിച്ചുതരാം. 12 പത്തിരിയും ബീഫ് കറിയും ഞാൻ കഴിച്ചിട്ടാ. ഇവര് നെയ്ച്ചോറ് കഴിച്ച് കൂട്ടാന്റെ റൂമിലേക്ക് പോണ ഏരിയ ഇട്ടാ. ഇവിടെ എന്ന് പറയുമ്പോൾ ഫുള്ള് അബായ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഏരിയയിലാണ് കൂടുതൽ ലോക്കൽസ് വരാം. അതായത് ഷാർജയിലുള്ള അർബീസും കുറേ ആളുകളൊക്കെ ഇവിടെ ഈ ടൈം ആകുമ്പോൾ രാത്രിയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം ആൾക്കാരുണ്ടാവും. ഇപ്പോൾ കുറച്ച് ലേറ്റായി. ഇപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ കാണാം അർബീസിനെ. ഞാൻ റോളർ ടൗണിലൊന്നും അങ്ങനെ കാണാൻ പറ്റും. കണ്ട ഈ ഷോപ്പിൽ കണ്ട ഇവരൊക്കെ അത് പർച്ചേസ് ചെയ്യാൻ വന്നു. ഇവിടെ പാകിസ്ഥാനീസും ബലൂച്ചീസും അർബീസും ഒക്കെ ഉണ്ടാവും ഈ ഭാഗത്ത്. ഇത് ഏകദേശം കോർണീസിൻ്റെ സൈഡാട്ടാ. മറ്റേ റൂം വരുന്നതാ ഇതിൻ്റെ അപ്പുറത്താണ്, ഈ ഒരു ബിൽഡിങ്ങിലാണ്. അങ്ങനെ ഇന്നത്തെ ദിവസം ഏകദേശം ടൈമായി. നാളെ ഡ്യൂട്ടിക്ക് പോകണം. പോകുമ്പോൾ ഒന്ന് മുട്ടി കിട്ടും. മുട്ടിയൊക്കെ വളർന്നു സൈഡൊക്കെ മുട്ടിയൊക്കെ ഒന്ന് സേഫാക്കണം. ഇനി ഒന്ന് പോയിട്ട് കിടന്നുറങ്ങണം. ഇനിയുണ്ട് ഷാർജയിൽ ഒരുപാട് നൈറ്റ് ലൈഫ് കാണാൻ. ഒരുപാട് അറിയാത്ത കുറേ സ്ഥലങ്ങളുണ്ട്. അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അടുത്ത ദിവസങ്ങളായിട്ട് ഇങ്ങനെ അവിടെയൊക്കെ പോകുമ്പോൾ ഞാൻ കാണിക്കാം. ഇവിടെ കുറേ ഹിസ്റ്റോറിക്കൽ കുറേ പള്ളികളും മ്യൂസിയംസും ഒക്കെ ഉണ്ട് കേട്ടോ. ഷാർജ കോർണിഷിൻ്റെ സൈഡ് അങ്ങനത്തെ ഒരു ഏരിയയിലാണ് ഞാൻ നിൽക്കുന്നത്. അത് അടുത്ത വ്ളോഗിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. അടുത്ത വീഡിയോ വരുന്നവരെ സൈനിങ് ഔട്ട് ആസ് എ വ്ളോഗ്.